everyone. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെപ്പറേഷൻ എന്താണ് സെപ്പറേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് സെപ്പറേഷൻ ഏതൊക്കെയാണെന്നാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് മിസ് തുടങ്ങാൻ പോണത്, ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. എന്താണ് എംപ്ലോയിയുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് ട്രെയിനിങ് ചെയ്യണത്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണത്. നിങ്ങൾക്കെല്ലാം കേട്ട് പരിചയമുള്ളതുമായിട്ടുള്ള ടോപ്പിക്കുകളാണ് കവർ ചെയ്യണത്. ഇനി അതിലേക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ടോപ്പിക്കിൻ്റെ ഒരു ചെറിയ കൺക്ലൂഷൻ മിസ് തരാം. ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ എന്താണ് റിക്രൂട്ട്മെൻ്റ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ ഇൻവൈറ്റ് ചെയ്യുക, അവരെ സെർച്ച് ചെയ്യുക, എന്നിട്ട് അവരോട് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന്. എന്നാൽ സെലക്ഷൻ എന്ന് പറഞ്ഞാലോ, നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ റിക്രൂട്ട്മെൻറ്റിലൂടെ കിട്ടിയിട്ടുണ്ടാവും. ആ ആപ്ലിക്കേഷനിൽ നിന്ന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് പേഴ്സണൽ പ്ലേസ്മെൻറ്റ്. ഒരു വ്യക്തിയെ പേഴ്സണലിന് പ്ലേസ്മെൻറ്റ് നടത്താനുള്ളൊരു മെത്തേഡാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ സെലക്ഷൻ ഈസ് ദ പ്രൊസീജിയർ ഫോർ പ്ലേസ്മെൻറ്റ് ഓഫ് പേഴ്സണൽ പ്ലേസ്മെൻറ്റ്. അവരെ പ്ലേസ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ, ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് ഒരാളെ ഒരു പോസ്റ്റിൽ പ്ലേസ് ചെയ്യണമെന്നുള്ളതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് ഈസ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫ്രം പ്രോബബിൾ കാൻഡിഡേറ്റ്സ്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റ്സ് ആകും അല്ലെങ്കിൽ ആവാൻ സാധ്യതയുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുക, അവരിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതേസമയം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് റിജക്ഷൻ ഓഫ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഏറ്റവും കിട്ടിയ ആപ്ലിക്കേഷനിൽ നിന്ന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ആ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ദ പ്രോസസ് ഓഫ് റിജക്ഷൻ ഓർ എലിമിനേഷൻ. തേർഡ് വൺ, it is the process for searching for prospective employees and stimulating them to apply for jobs in the organization. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ തന്നെ അതാണ് അല്ലേ. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുക, അവരിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് അവരെ നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക. ആൻഡ് സെലക്ഷൻ ഈസ് ടു ക്രിയേറ്റ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എന്നാൽ സെലക്ഷൻ എന്ന് പറയുമ്പോഴോ അവിടെ ഒരു സെർച്ചിങ് മാത്രമല്ല, അവിടെ എന്ത് വന്നു, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതാണ് സെലക്ഷൻ. ഫോർത്ത് വൺ, ദ പർപ്പസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ആപ്ലിക്കൻസ്. നമുക്ക് ആവശ്യമുള്ള പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ പറയണത്. എന്നാൽ അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയണത്. എന്നാൽ സെലക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയിംസ് അറ്റ് ദ എലിമിനേഷൻ ഓഫ് അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്. ആ മാക്സിമം കിട്ടിയേക്കണയിൽ നിന്ന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ്റെ എയിം. ലാസ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ദ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു ക്രോസ് സെവറൽ ഹേർഡിൽസ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാൻഡിഡേറ്റ്സിന്, വലിയ പ്രൊസീജിയറുകളില്ല, ഹേർഡിൽസ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള, അതായത് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ റിക്രൂട്ട്മെൻറ്റിൽ വരണുള്ളൂ. ന്യൂസ് പേപ്പറിലോ മീഡിയാസിലോ കാണുന്ന അഡ്വർടൈസ്മെൻ്റ് അനുസരിച്ച് തങ്ങളുടെ ബയോഡാറ്റ അടങ്ങുന്ന അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വയ്ക്കുക എന്നുള്ളത് മാത്രമേ റിക്രൂട്ട്മെൻറ്റിലുള്ളൂ. എന്നാൽ സെലക്ഷൻ പ്രോസസ് ഈസ് വെരി കോംപ്ലെക്സ്. It consists of a number of hurdles or procedures created by management deliberately. സെലക്ഷൻ അത്ര ഈസി ആയിട്ട് നടക്കില്ല അല്ലേ. ഇപ്പോൾ ടീച്ചർ പോസ്റ്റിലേക്ക് ഒരു കോളേജ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പറിൽ പരസ്യം കണ്ടു, അവിടെ മിസ്സിന് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, കാരണം അതിനനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാൽ മതി. അതേസമയം സെലക്ഷനെ ചെല്ലുമ്പോഴോ ഐ ഹാവ് ടു ഫേസ് ഇൻ്റർവ്യൂ അല്ലേ, പ്രിലിമിനറി ഇൻ്റർവ്യൂ ഉണ്ടാവും, ചിലപ്പോൾ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഡെമോ ക്ലാസ് ഉണ്ടാവും, ഡെമോ ക്ലാസ് കഴിയുമ്പോൾ മെയിൻ ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ഫോളോഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലേ, സെലക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ അതെല്ലാം ഒരു എംപ്ലോയി ചെയ്യേണ്ടി വരും. അതാണ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്.
സോ നെക്സ്റ്റ് നമുക്ക് മെയിൻ തീമിലേക്ക് പോവാം. വാട്ട് ഈസ് ട്രെയിനിങ്? എന്താണ് ട്രെയിനിങ്? എന്തിനാണ് ട്രെയിനിങ്? എന്തിനാണ് ട്രെയിനിങ് എന്ന് വെച്ച് പറയാം. എ ന്യൂ എംപ്ലോയി മെ നോട്ട് ബി ഫുള്ളി ക്യാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ദ ടാസ്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് സക്സസ്ഫുള്ളി ആൻഡ് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഹിം ടു പെർഫോം ദ ടാസ്ക് വെരി എഫിഷ്യൻ്റ്ലി. ആദ്യമായിട്ടൊരു ജോലിക്ക് കയറി വരുന്ന ഒരു വ്യക്തി ആ ജോലി ചെയ്യാനായിട്ട് അത്രയും എഫിഷ്യൻ്റ് ആകണമെന്നില്ല. അത്ര എഫിഷ്യൻ്റായിട്ട് അയാൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ വ്യക്തിയെ ആ ഒരു ജോലി ചെയ്യാൻ പാകത്തിന് നമ്മൾ അദ്ദേഹത്തെ പാകപ്പെടുത്തിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി സക്സസ്ഫുള്ളായിട്ടൊരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ഈസ് മസ്റ്റ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ മീനിങ് എന്താ നോക്കാം. ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് സ്കിൽ ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. ഏത് ജോലിയിലേക്കാണോ നമ്മളൊരു വ്യക്തിയെ അപ്പോയിൻ്റ് ചെയ്യാൻ പോണേ, ആ ജോലി ചെയ്യാൻ പാകത്തിന് അതിൻ്റെ സ്കില്ല്, എന്ത് സ്കില്ലാണ് വേണ്ടത്, ആ സ്കില്ലിലേക്ക് മാക്സിമം അയാളെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുക. അതിന് വേണ്ട നോളജ് ഇൻക്രീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്. Training is the process of providing required skills to the employee for doing a job efficiently, skillfully and qualitatively. ഏറ്റവും ഗുണകരമായിട്ടും ഏറ്റവും സ്കിൽഫുള്ളായിട്ടും ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ഒരു ജോലി ചെയ്യാൻ ഒരു വ്യക്തിയെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. അതിൻ്റെ സ്കില്ലും നോളജും ഏറ്റവും കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ എയിം. ആൻഡ് ട്രെയിനിങ് വിൽ ബി ഗിവൺ ബൈ എൻ എക്സ്പേർട്ട് ഓർ പ്രൊഫഷണൽ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ് ഓർ ജോബ്. ഏത് ജോലിയിലേക്കാണോ നമ്മൾ അയാളെ അപ്പോയിൻ്റ് ചെയ്യണേ, ആ ജോലിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കും സാധാരണ എന്ത് കൊടുക്കുക? ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ട്രെയിനിങ്. ഡെഫിനേഷൻ ഓഫ് ട്രെയിനിങ് ഇവിടെ മിസ് 3 ഡെഫിനേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന 2 നിങ്ങൾ പഠിച്ചേക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു എഡ്വിൻ വി ഫ്ലിപ്പോ, training is the act of increasing the knowledge and skill of an employee for doing a particular job. ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ പാകത്തിന് ഒരു എംപ്ലോയീനെ അദ്ദേഹത്തിൻ്റെ സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യുന്ന ആക്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ട്രെയിനിങ് എന്ന് പറയണേ, അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ. സെക്കൻഡ് ഡെഫിനേഷൻ ഈസ് ഗിവൺ ബൈ ഡെയ്ലസ് ബീച്ച്. ട്രെയിനിങ് ഈസ് ദ ഓർഗനൈസ്ഡ് പ്രൊസീജിയർ by which people learn knowledge and improve skill for a definite purpose. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യുക, അതിന് വേണ്ട പുതിയ അറിവ് സമ്പാദിക്കുക, അതിനു വേണ്ടി വ്യക്തികൾ ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? ട്രെയിനിങ് എന്ന് വിളിക്കണേന്ന്. ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രൊസീജിയർ ബൈ വിച്ച്, ആ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള നോളജ് അക്വയർ ചെയ്യണതും സ്കില്ല് ഇംപ്രൂവ് ചെയ്യണതും. ഓക്കെ, ദ തേർഡ് ഡെഫിനേഷൻ ഗിവൺ ബൈ ഡെയിലി ഓർഡർ. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മാൻ പവർ ഈസ് ഫിൽഡ് ഫോർ ദ പെർട്ടിക്കുലർ ജോബ് ഇറ്റ് ഹാസ് ടു പെർഫോം. ഒരു മാൻ പവർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഏത് പർട്ടിക്കുലർ ജോബാണോ അയാൾ ചെയ്യാൻ പോകുന്നത്, ആ ജോലി ചെയ്യാനുള്ള മാൻ പവർ സമ്പാദിക്കുക, ആ ജോലി ചെയ്യാനുള്ള എല്ലാ ഫുൾ സ്ട്രെങ്ത്തും സമ്പാദിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് എന്ന് പറയുന്നു. ആര്? ഡെയിൽ യോഡർ. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും 2 ഡെഫിനേഷൻ നിർബന്ധമായിട്ട് പഠിച്ചേക്കാം കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ? ദ മെയിൻ പർപ്പസ് ഓഫ് ട്രെയിനിങ് ഈസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ജോബ് റിക്വയർമെൻറ്റ് ആൻഡ് പ്രസൻറ്റ് കോമ്പീറ്റൻസ് ഓഫ് ആൻ എംപ്ലോയി. എംപ്ലോയിയുടെ ഇപ്പോഴുള്ള കഴിവ്, കോമ്പീറ്റൻസും ആ ജോലി എന്താണോ ആക്ച്വലി റിക്വയർ ചെയ്യണേ, ജോബ് റിക്വയർമെൻറ്റും തമ്മിലുള്ള ഗ്യാപ്പ് നികത്തുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. എന്താണോ ജോലി ആവശ്യപ്പെടുന്നത് അതിലേക്ക് എംപ്ലോയീനെ പാകപ്പെടുത്തി എടുക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. യു നോ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന അറിവ് വർദ്ധിപ്പിക്കുന്ന പ്രൊസീജിയർ തന്നെയാണ് എന്ത്? എഡ്യൂക്കേഷൻ. എന്നാൽ നിങ്ങൾക്കറിയാം ട്രെയിനിങ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ആണല്ലോ. അപ്പോൾ എന്താണ് ഡിഫറൻസ് നോക്കാം. ആക്ച്വലി ട്രെയിനിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിംഗ് സ്പെസിഫൈഡ് സ്കിൽ. എഡ്യൂക്കേഷൻ ഓൺ ദ അതർ ഹാൻഡ് ഈസ് കൺഫൈൻഡ് ടു തിയററ്റിക്കൽ ലേണിംഗ് ഇൻ ക്ലാസ് റൂം. ഇതാണ് മെയിൻ ഡിഫറൻസ് അല്ലേ. ക്ലാസ് റൂമിൽ തിയററ്റിക്കൽ നോളജ് നേടിയെടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എഡ്യൂക്കേഷൻ എന്ന് വിളിക്കും.
എന്നാൽ സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കും. ദെൻ വൺ ബൈ വൺ വാട്ട് ആർ ദ ഡിഫറൻസ് നോക്കാം. ഇൻ എഡ്യൂക്കേഷൻ ദ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് വൈഡർ, സ്കോപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് നാരോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി നമ്മളൊരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയാണ് കൊടുക്കണേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. എന്നാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലോ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡാണ്. ഇനി എഡ്യൂക്കേഷൻ കൺഫൈൻ ടു തിയററ്റിക്കൽ ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് കൺഫൈൻ ടു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്നത് തിയറിയാണ്, ആ തിയറിയുടെ ആപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നതാണ് എവിടെ? ട്രെയിനിങ്ങിൽ. അപ്പോൾ ഒന്ന് തിയററ്റിക്കൽ ആപ്ലിക്കേഷനും മറ്റൊന്ന് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡും. ഓക്കെ. തേർഡ് വൺ, എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ഫോർമൽ ഇൻസ്ട്രക്ഷൻ ഇൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നേടിയെടുക്കുന്ന ഫോർമൽ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ട്രെയിനിങ് റെഫേഴ്സ് ടു നോളജ് ഇമ്പാർട്ടഡ് അറ്റ് വർക്ക് പ്ലേസ്. അവിടെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല നമ്മൾ ട്രെയിനിങ് നേടിയെടുക്കുന്നത്, പകരം എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യണേ ആ വർക്ക് പ്ലേസിൽ നമുക്ക് നോളജ് തരണേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രെയിനിങ് എന്ന് വിളിക്കുക. ദെൻ നാലാമത്തെ, എഡ്യൂക്കേഷൻ ഈസ് പേഴ്സൺ ഓറിയൻറ്റഡ്, എന്നാൽ ട്രെയിനിങ് ഈസ് ജോബ് ഓറിയൻറ്റഡ്. പേഴ്സൺ ഓറിയൻറ്റഡ് ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് ജോലിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ഡൺ ഫോർ എ ലോങ് പീരീഡ്, ട്രെയിനിങ് ഈസ് ഡൺ ഫോർ എ ഷോർട്ട് പീരീഡ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണ്, അതുകൊണ്ട് തന്നെ ഷോർട്ട് ഡ്യൂറേഷനിലേക്കാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. എന്നാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലോ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ലോങ് പീരീഡിലേക്കാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക. ദ ലാസ്റ്റ് വൺ, ദ റിസൾട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് സോ വിസിബിൾ ആൻഡ് അപ്പാരൻറ്റ്. നമുക്ക് കാണാൻ പറ്റുമോ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളത്? നമുക്ക് അതിൻ്റെ റിസൾട്ട് വിസിബിൾ അല്ല. ഒരു വ്യക്തിയുടെ പെരുമാറ്റം കാണുമ്പോൾ അയാൾ മറ്റുള്ള സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കാണുമ്പോഴാണ് നമ്മൾ ഹീസ് വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് പറയണേ, അല്ലേ? അതല്ലാതെ അതിന് ഇത്ര പെർസെൻറ്റേജ് കിട്ടി അല്ലെങ്കിൽ ഇത്രയും എഫക്റ്റ് ഉണ്ടായി, അതുകൊണ്ട് ഇത്രയും ഗുണം ഉണ്ടായി, അങ്ങനെ ഒരു റിസൾട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റില്ല എഡ്യൂക്കേഷനിൽ. എന്നാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഗീവ്സ് ക്വിക്ക് ആൻഡ് അപ്പാരൻറ്റ് റിസൾട്ട്. പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയി അതിനനുസരിച്ച് അയാളുടെ പ്രൊഡക്ഷൻ കൂടും, അല്ലേ? വേസ്റ്റേജ് കുറയും, മെഷീനറി ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ വിസിബിളാണ്. ക്ലിയർ ആയോ? സോ ദ നെക്സ്റ്റ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദി ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡിസൈൻ ടു ഹെൽപ്പ് ദ എംപ്ലോയീസ് ഗ്രോ. ഒരു വ്യക്തി വളരാൻ വേണ്ടിയിട്ട്, ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ലോങ് ടേം എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. ട്രെയിനിങ് ഷോർട്ട് പീരീഡാണ്, ആ ട്രെയിനിങ് നമ്മൾ ലോങ് പീരീഡിലേക്കാണ് കൊടുക്കുന്നത് അയാളെ വളരാൻ വേണ്ടിയിട്ട്, എങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡെവലപ്മെൻറ്റ്. So it refers to the overall holistic and educational growth and maturity of people in managerial position. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മാനേജറിയൽ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പൊസിഷനെ ഏറ്റവും നല്ല രീതിയിൽ മെച്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കാനും ഗ്രോത്ത് കൊടുക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറിനെയും ഓവറോളായിട്ട് വിളിക്കുന്ന പേരാണ് ഡെവലപ്മെൻറ്റ്. സോ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ഇൻസൈറ്റ്, ആറ്റിറ്റ്യൂഡ്, അഡാപ്റ്റബിലിറ്റി, ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമൻ റിലേഷൻ. നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഉപയോഗിക്കാനും മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനും മാത്രം കൊടുക്കുന്നതല്ല, പകരം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ അതിനോടുള്ള അഡാപ്റ്റബിലിറ്റി, പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഹ്യൂമൻ റിലേഷൻസ്, ഇതിനെയെല്ലാം ഓവറോൾ ഗ്രോത്തിന് നടത്തുന്ന പ്രൊസീജിയറാണ് ഡെവലപ്മെൻറ്റ്. സോ ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇഫ് യു വിഷ് ടു പ്ലാൻ ഫോർ എ ഇയർ, സോ സീഡ്സ്. ഒരു വർഷത്തേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? വിത്തുകൾ നടുക. ഇഫ് യു വിഷ് ടു പ്ലാൻ ഫോർ 10 years, പ്ലാന്റ് ട്രീസ്. 10 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മരങ്ങൾ നടുക. ഒരു വർഷത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ വിത്തുകൾ നടുക.
10 വർഷത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മരങ്ങൾ നടുക. ഇഫ് യു വിഷ് ടു പ്ലാൻ ഫോർ എ ലൈഫ് ടൈം, ഡെവലപ്പ് പീപ്പിൾ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ലോങ് ടൈമിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? വ്യക്തികളെ ഡെവലപ്പ് ചെയ്യുക. അപ്പം അതാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് ട്രെയിനിങ്, എന്താണ് ഡെവലപ്മെൻറ്റ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ട്രെയിനിങ് ഈസ് മെൻറ്റ് ഫോർ നോൺ മാനേജീരിയൽ പേഴ്സൺ. ഒരു വർക്കറിന് അല്ലെങ്കിൽ ഫാക്ടറി വർക്കറിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ട്രെയിനിങ് ചെയ്യണത്. നോൺ മാനേജീരിയൽ പേഴ്സൺ ആണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് ഈസ് മെൻറ്റ് ഫോർ മാനേജീരിയൽ പേഴ്സൺസ് ഓർ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. ഡെവലപ്മെൻറ്റ് കൊടുക്കേണ്ട ആർക്കാണ്? മാനേജീരിയൽ പേഴ്സൺസിന് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് കൊടുക്കണത്. അല്ലെങ്കിൽ ആർക്കാണ്? ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന്. ട്രെയിനിങ്ങിൻ്റെ പർപ്പസ് ഈസ് ടു ഡെവലപ്പ് സ്പെസിഫിക് ആൻഡ് ജോബ് റിലേറ്റഡ് സ്കിൽ ഇൻ ആൻ ഇൻഡിവിജ്വൽ. ട്രെയിനിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് സ്കില്ല് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഡെവലപ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. ഡെവലപ്മെൻറ്റ് ഓഫ് ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ ആണ് ഡെവലപ്മെൻറ്റ്. ഇനി ട്രെയിനിങ് ഷോർട്ട് ടേം ആണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടേം എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. 4, ട്രെയിനിങ് ഇൻവോൾവ്സ് ടെക്നിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ നോൺ മാനേജീരിയൽ പേഴ്സൺ. നോൺ മാനേജീരിയൽ പേഴ്സണ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെക്നിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഓപ്പറേഷനാണ് ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് തിയററ്റിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് ഓർ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ മാനേജീരിയൽ പേഴ്സൺസ്. തിയററ്റിക്കൽ എഡ്യൂക്കേഷണൽ പ്രോസസ്സും അല്ലെങ്കിൽ എന്താണ് ഫിലോസഫിക്കൽ തോട്ട്സൊക്കെയാണ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ചെയ്യണത് ആരെയാണ്? മാനേജേഴ്സിനെയാണ്. ദ ലാസ്റ്റ് വൺ, ട്രെയിനിങ് പ്രിപ്പയേഴ്സ് എംപ്ലോയീസ് ഫോർ പെർഫോമിങ് പ്രസൻറ്റ് ജോബ് നീഡ്സ്. ഇപ്പോൾ ഏത് ജോലിയിലാണോ അവരെ അപ്പോയിൻ്റ് ചെയ്തേക്കണേ അതിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യലാണ് ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിപ്പയേഴ്സ് ദ എംപ്ലോയീസ് ടു മീറ്റ് ദ ഫ്യൂച്ചർ ജോബ് നീഡ്സ്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ജോലി, അതിൻ്റെ ചലഞ്ചസ്, അതിലേക്ക് ആളുകളെ പാകപ്പെടുത്തി എടുക്കുന്നതാണ് ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ നെക്സ്റ്റ് ഈസ് ദ ലാസ്റ്റ് ഏരിയ, കീ ഏരിയാസ് ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് ട്രെയിനിങ്? ആ ട്രെയിനിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കീ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. നമ്മുടെ ഓർഗനൈസേഷന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രൊവിഷൻ ഓഫ് ട്രെയിനിങ് സ്കീംസ് ഫോർ ഗ്രൂപ്പ് വിത്ത് കോമൺ നീഡ്സ്. ഒരേ ആവശ്യമുള്ള ഒരു ഗ്രൂപ്പിന് ഒരുമിച്ച് നമ്മൾ അസൈൻ ചെയ്യുക ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രൊവിഷൻ ഓഫ് ഇൻറ്റേർണൽ ട്രെയിനിങ് കോഴ്സസ്. ഇൻറ്റേർണലി ട്രെയിനിങ് കൊടുക്കാനുള്ള കോഴ്സസ് കൊടുക്കുക. അസസ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ട്രെയിനിങ് ഫെസിലിറ്റി. എന്തെങ്കിലും പുറത്തു നിന്നുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് വേണോ എന്നുള്ളത് അസസ് ചെയ്യുക. ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റി. ഓവറോൾ ട്രെയിനിങ് ആക്ടിവിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് സ്റ്റാഫ്. ആ ഓവറോൾ ട്രെയിനിങ് ചെയ്യുന്നതിനെ മാനേജ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ കീ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. Training, meaning, definition and key areas, and also difference between training and education and training and development. Okay, thank you.